ആദ്യ 7 കളികൾ അൺബീറ്റനായി വന്നിട്ട് പിന്നീടുള്ള 6 കളികൾ തോൽക്കുക. അവസാന 6 കളികളിൽ നിന്നും വെറും 2 മത്സരങ്ങൾ മാത്രം ജയിച്ചാൽ മതി എന്ന അവസ്ഥയിൽ നിന്ന് ഫൈനൽ ഉറപ്പിച്ച നിരയിൽ നിന്നും പ്ലേ ഓഫിൽ പോലും കയറാതെ പുറത്താവാനുള്ള അവസ്ഥയിൽ വരെ വന്ന് നിൽക്കുക. നമ്മൾ പലപ്പോഴും സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ചോക്കേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. പലപ്പോഴും കപ്പിനും ചുണ്ടിനും ഇടയിൽ അവർ വിജയം കൈവിട്ടിട്ടുണ്ട്. നമ്മൾ ആ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. IPL-ലേക്ക് വരുമ്പോൾ ഈ ടൂർണമെന്റിലെ ഏറ്റവും വലിയ ചോക്കേഴ്സ് ഇവർ തന്നെയാണ്. റിക്കി പോണ്ടിംഗ് കോച്ചായ പ്രീതിസിന്റെ ഓണറായ ശ്രേയസ് അയ്യർ നയിക്കുന്ന പഞ്ചാബ് കിങ്സ്. Historical downfall of Punjab Kings in IPL history. Lost 6 consecutive matches, dropped catches, misfielding, no performance by senior players. ഈ IPL-ലെ ഏറ്റവും വലിയ പതനമെന്ന് വിളിക്കാവുന്നത് പഞ്ചാബ് കിങ്സിൻ്റെ ഈ വൻ വീഴ്ച തന്നെയാണ്. ഏറ്റവും ആദ്യം പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുക്കുമെന്നും കന്നി IPL ട്രോഫി കൈക്കലാക്കും എന്ന ഘട്ടത്തിൽ നിന്നും എല്ലാവരും കരുതിയിരുന്ന ആ കപ്പെടുത്ത് ശ്രേയസിനും പഞ്ചാബിനും അങ്ങ് നൽകിയേക്ക് എന്ന് നമ്മളടക്കം വീഡിയോകളിൽ പറഞ്ഞ് തംബ്നെയിൽ കൊടുത്ത ആ ഒരു ടീമാണ് ഇപ്പോൾ ഇതാ ഇങ്ങനെ ഏതാണ്ട് ടൂർണമെൻറ്റിൽ നിന്നും പുറത്താവുന്നതിൻ്റെ വക്കിൽ നിൽക്കുന്നത്. വൻ വീഴ്ച എന്ന് തന്നെ പറയാം. ദ സീക്രട്ട് ഓഫ് ലൈഫ് ഈസ് ടു ഫോൾ 7 times ആൻഡ് ടു ഗെറ്റ് അപ്പ് 8 times എന്ന് പ്രശസ്ത എഴുത്തുകാരനായ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൻ്റെ രഹസ്യം എന്നത് 7 തവണ വൻ വീഴ്ചകൾ സംഭവിക്കുകയും 8ാമത്തെ തവണയും ഉയർത്തെഴുന്നേൽക്കുന്നതുമാണ് എന്നാണ് പൗലോ കൊയ്ലോ ഈ വാക്കുകളിലൂടെ അർത്ഥമാക്കിയിട്ടുള്ളത്. പക്ഷേ പൗലോ കൊയ്ലോയുടെ വാക്കുകൾ അവിടെ നിൽക്കട്ടെ. ഇനിയൊരു മത്സരം മാത്രം ബാക്കി നിൽക്കെ, അതും മറ്റു ടീമുകളുടെ ജയപരാജയങ്ങളും നെറ്റ് റൺ റേറ്റും കണക്കാക്കി മാത്രം പ്ലേ ഓഫ് സാധ്യതകൾ നിലനിൽക്കെ 8ാമതുമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് പഞ്ചാബ് കിങ്സിന് സാധ്യമാവുമോ എന്നത് ഇപ്പോഴത്തെ വലിയ ചോദ്യചിഹ്നമാണ്. ഇനി അവസാന മാച്ചിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ വീഴ്ത്തിയാലും പഞ്ചാബിന് പ്ലേ ഓഫ് ഉറപ്പില്ല. കാരണം 15 പോയിന്റ് മാത്രമേ അവർക്ക് ഇനി പരമാവധി ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്കറിയാം, കുറഞ്ഞത് 16 പോയിന്റെങ്കിലും നേടിയവർ മാത്രമേ ഇതുവരെ പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടുമുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു ദുര്യോഗം ആർക്കും ഉണ്ടാവില്ല എന്നുറപ്പാണ്. സീസണിൻ്റെ ആദ്യ പകുതിയിൽ 13 പോയിന്റുമായി 7 മാച്ചിൽ ഒന്നിൽ പോലും അവർ തോറ്റിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആ സമയത്ത് 6 മാച്ചുകളിൽ പഞ്ചാബ് ജയിച്ചു കയറിയപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. പക്ഷേ സീസണിൻ്റെ 2ാം പകുതിയിൽ തലപ്പത്തു നിന്നും പഞ്ചാബ് തലകുത്തി താഴേക്ക് വീഴുന്ന ആ ഒരു അവിശ്വസനീയമായ കാഴ്ച. എന്താണ് ശരിക്കും പഞ്ചാബിനും ശ്രേയസിനും റിക്കി പോണ്ടിങ്ങിനും ഒക്കെ സംഭവിച്ചത്? നമുക്കത് നോക്കാം. പഞ്ചാബ് ആദ്യ മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ചിരുന്നുവെങ്കിലും അവരുടെ ജയത്തിനൊപ്പം മറക്കപ്പെട്ട ചില ന്യൂനതകൾ കൂടിയുണ്ടായിരുന്നു. അന്ന് ബാറ്റർമാരുടെ ഫോമിൽ, ടീമിൻ്റെ ഫോമിൽ ആ വീക്ക്നെസ്സുകളെല്ലാം മറക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ തോൽവികളായതോടെ ആ പിഴവുകളെല്ലാം വലുതായി പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു, പുറത്തേക്ക് വരികയും ചെയ്തു.